പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് എതിരെ അടക്കം ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. PV അൻവർ അടക്കം പുറത്തു നടന്ന വാർത്താസമ്മേളനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിമർശനമായി വരുമ്പോൾ അത് ആരെയെന്ന് പറയുന്നില്ല, എങ്ങും തൊടാതെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നേതാക്കളെ തിരുത്താൻ തന്നെയാണോ പറഞ്ഞു പോവുക എന്നതിലപ്പുറം എടുത്തു പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതിനകത്ത് ഇനി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതായാലും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളിലേക്ക് പോയിട്ടില്ല. ഇത് ഇനി വലതുപക്ഷ വ്യതിയാനം, നയവ്യതിയാനം ഉണ്ടാകുന്നു. ആ നയവ്യതിയാനത്തെ പല രീതിയിൽ അവർ വിശദീകരിക്കുന്നുമുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നയവ്യതിയാനമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുമ്പ് അഭിമുഖത്തിൽ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കേന്ദ്രം മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ, BJP ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അത് നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണോ പാർട്ടി മുന്നോട്ട് പോകുക എന്ന ചോദ്യം കൂടിയുണ്ട്. മുൻപ് പല കാര്യങ്ങളിലും സമരം ചെയ്തിരുന്ന കാര്യങ്ങളിൽ അത് നേരെ തിരിച്ചു പറയുന്ന നിലപാടിലേക്കൊക്കെ പാർട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.